Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. മഴയൊക്കെ ഉണ്ടോ? Yes, ma'am. നല്ല മഴയാണല്ലേ? എല്ലാരും സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സേഫ് അല്ലേ എല്ലാവരും? What I miss? നമ്മുടെ JCI ആണല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. JCI അക്രഡിറ്റേഷൻ അല്ലേ? നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? മിസ് എടുത്തത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ JCI ക്രെഡൻഷ്യൽസ് എടുത്തു അല്ലെ? നെക്സ്റ്റ് JCI സ്റ്റാൻഡേർഡ്സ് എല്ലാം എടുക്കേണ്ടത് അവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മിസ്? ഓക്കെ, ജസ്റ്റ് JCI സ്റ്റാൻഡേർഡ്സ് അല്ലെ? ഓക്കെ, JCI സ്റ്റാൻഡേർഡ് എന്തുമായി ബേസ് ചെയ്തിട്ടാണ് JCI സ്റ്റാൻഡേർഡ് പറയുന്നത്? JCI മാനദണ്ഡങ്ങൾ പറയുന്നത് എന്തുമായി ബന്ധപ്പെടുത്തിയാണ്? ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സിസ്റ്റം ഇല്ലേ? ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ പെടുന്നില്ലേ? പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ? സുരക്ഷിതത്വം പറയുന്നത് അടിസ്ഥാനമാക്കിയുണ്ടോ സ്റ്റാൻഡേർഡുകൾ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്?
ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലേ? ആ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ നമ്മുടെ ഓർഗനൈസേഷന്റെ മാനേജുമായി ബന്ധപ്പെടുത്തി സ്റ്റാൻഡേർഡ് ഉണ്ടോ? പിന്നെ എന്താണ് പേഷ്യന്റിന്റെ കെയറുമായി റിലേറ്റ് ചെയ്തിട്ട് അല്ലെ? കണ്ടിന്യൂസ് കെയർ അല്ലെ? SS2 കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ? ഉണ്ടോ? സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ടോ? COP അല്ലെ? അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ മൊത്തത്തിലുള്ള അല്ലെ പേഷ്യന്റുമായി റിലേറ്റ് ചെയ്തിട്ടും നമ്മുടെ ഓർഗനൈസേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുമുള്ള സ്റ്റാൻഡേർഡുകൾ JCI പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ JCI സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ പ്രധാന ഫങ്ഷൻസ് അല്ലെ? കീ ഫങ്ഷൻസിനെ ഉൾപ്പെടുത്തി നമ്മ JCI സ്റ്റാൻഡേർഡ് പറയുന്നുണ്ടോ? നാബും പറയുന്നുണ്ട് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ കീ ഫങ്ഷൻസ് ഉൾപ്പെടുത്തിങ്ങാണിട്ട് നമ്മൾ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പറഞ്ഞ് പഠിച്ചു അല്ലെ? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബില് അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? അപ്പൊ അതിലൊക്കെ എന്താണ് പറയുന്നത്? KPD അല്ലെ? കീ പെർഫോമൻസ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലെ? അപ്പൊ അതിലൊക്കെ എന്താണ് ഹോസ്പിറ്റലിലെ കീ പെർഫോമൻസിനെ ബേസ് ചെയ്ത് കണ്ട് കീ ഫങ്ഷൻസിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ടോ? ഒരുപാട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ എന്താണ് നമ്മുടെ JCI സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നോക്കിയേ the JCI accreditation process focuses on patients care and treatment as well as on the organization management and clinical system അല്ലെ? എന്താണ് JCIയുടെ അക്രഡിറ്റേഷൻ പ്രോസസ് ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ്? കേന്ദ്രീകരിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലേക്കാണ്? പേഷ്യന്റിന്റെ കെയർ, അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെ? പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ചികിത്സകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ എന്തിലേക്കും കൂടി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആൻഡ് ക്ലിനിക്കൽ സിസ്റ്റം അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിലേക്കും അവിടുത്തെ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളിലേക്കും അല്ലെ സംവിധാനങ്ങളിലേക്കും എന്ത് നമ്മുടെ JCIന്റെ അക്രഡിറ്റേഷൻ പ്രോസസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ JCIയുടെ സ്റ്റാൻഡേർഡ് പറയുമ്പോ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടോ? ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? ഇതിലൊക്കെ ഉൾപ്പെടുന്നില്ലേ? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കെയർ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയിലെ മാനേജ്മെന്റ് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ കെയറും പരിചരണവും ട്രീറ്റ്മെന്റിലേക്കും മാത്രമല്ല JCI ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്താണ്? അവിടുത്തെ മാനേജ്മെന്റിലേക്കും ക്ലിനിക്കൽ സിസ്റ്റം ക്ലിനിക്കൽ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ the JCI standards explains the assessment of the key functions of hospitals and healthcare organization അല്ലെ? എന്താണ് ഒരു ഹോസ്പിറ്റലിലെയും അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണോ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? അല്ല അല്ലെ? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് അല്ലെ? അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്കും പ്രധാന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ അല്ലെ? കീ ഫങ്ഷൻസ് ഓഫ് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയും പ്രധാന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളിൽ എന്താണ് JCI മാനദണ്ഡങ്ങൾ വിശദീകരിക്കുന്നു അല്ലെ? ആണോ? അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ പരിചരണ പ്രവർത്തനങ്ങൾ മാത്രമാണോ JCI വിലയിരുത്തുന്നത്, അസസ് ചെയ്യുന്നത്? അല്ല അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ? കീ ഫങ്ഷൻസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെ? വേസ്റ്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ട ഒരു കാര്യമല്ലേ ഇത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പേഷ്യൻസിന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ? ആണോ?
അപ്പൊ അത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമില്ല ഇത്. പിന്നെ നമ്മ പറഞ്ഞു അല്ലെ, ലബോറട്ടറി അല്ലെ, ലബോറട്ടറിയിലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, റേഡിയോളജി, അനസ്തേഷ്യ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രധാന പ്രവർത്തനങ്ങളെ, കീ ഫങ്ഷൻസിനെയും നമ്മുടെ JCA സ്റ്റാൻഡേർഡ്സുകളിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ പ്രധാന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നമ്മുടെ JCA സ്റ്റാൻഡേർഡുകളിൽ വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, കീ ഫങ്ഷൻസ് ഇൻക്ലൂഡ്സ് മീറ്റിംഗ് ദ ഇന്റർനാഷണൽ ഗോൾസ് ഓഫ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. നെക്സ്റ്റ് SS2 care, assessment and care process, infection control, education, information management and human resource ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെ. നമ്മുടെ കീ ഫങ്ഷൻസ്, നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ്? പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം. പിന്നെ എന്താണ്? SS2 കെയർ അല്ലെ, അവർക്ക് ലഭിക്കേണ്ട പരിചരണങ്ങൾ അല്ലെ. നമുക്ക് എങ്ങനെയുള്ള പരിചരണമായിരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കേണ്ടത്? സേഫ്റ്റി ഉള്ള, നല്ല രീതിയിലുള്ള അല്ലെ, ഗുഡ് ആയിട്ടുള്ള പരിചരണങ്ങളല്ലേ, ഗുഡ് ഔട്ട്കംസ് ഇത് ലഭിക്കുന്ന പരിചരണങ്ങളായിരിക്കണം അല്ലെ, ക്വാളിറ്റി ഉള്ള അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരിചരണങ്ങൾ, SS കെയർ, പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണങ്ങള്. അസസ്മെന്റ് ആൻഡ് കെയർ പ്രോസസ് അല്ലെ, എന്താണ്? പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണങ്ങള് എന്ത് ചെയ്യണം? വിലയിരുത്തൽ നടത്തണോ? ക്വാളിറ്റി ഉണ്ടോ അല്ലെ, എന്തെങ്കിലും എന്താണ് ഗ്യാപ്പ് അനാലിസിസ് ഉണ്ടോ അല്ലെ, പോരായ്മകൾ ഉണ്ടോ ഇല്ലേ, ആണോ? അസസ്മെന്റ് നടത്തണം അല്ലെ. നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി, നമ്മ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മ അസസ് ചെയ്യാറുണ്ടോ? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച പരിചരണങ്ങൾ എങ്ങനെയുള്ളതാണ്, ഡോക്ടറുടെ സേവനം എങ്ങനെയാണ്, നഴ്സുമാർ എങ്ങനെയാണെന്നൊക്കെ നമ്മ ഒന്ന് അസസ് ചെയ്യാറുണ്ടോ? സ്വന്തമായിട്ട് വിലയിരുത്താറുണ്ടോ? ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മ പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന പരിചരണങ്ങള് ഗുഡ് ആണ്, ബാഡ് ആണ്, അല്ലെങ്കിൽ പോരാ അല്ലെ, പോരാ എന്നൊക്കെ പറയാറില്ലേ നമ്മ? അതെന്തിന്റെ ബേസിസിലാണ് നമ്മ അങ്ങനെ പറയുന്നത്? നല്ല നമ്മ റെഫർ ചെയ്യാറുണ്ട് അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്കൊക്കെ റെഫർ ചെയ്യാറില്ലേ? ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് റെഫർ ചെയ്യാറുണ്ടോ? ഡോക്ടറിനെ റെഫർ ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ റെഫർ ചെയ്യാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് കിട്ടിയ പരിചരണങ്ങളെ നമ്മ ജസ്റ്റ് വിലയിരുത്തുമ്പോ എന്താണ്? കൊള്ളാം അല്ലെ, ക്വാളിറ്റി ഉള്ളതാണ്, നമ്മ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടല്ലേ. എക്സ്പീരിയൻസ് നമ്മ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ JCAയുടെ സ്റ്റാൻഡേർഡുകളിൽ എന്താണ്, നമ്മുടെ ക്വാളിറ്റി കെയറിന്റെ നമുക്ക് ലഭിക്കുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ അസസ്മെന്റ് നടത്തുന്നതിനെ, വിലയിരുത്തൽ നടത്തുന്നതിനെ കുറിച്ചുള്ള മാനദണ്ഡങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. നമ്മ പറഞ്ഞു വേസ്റ്റുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല അല്ലെ, അതിനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യല്ലേ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് നമ്മ ഡിപ്ലോമയില് പഠിച്ചു, ഈ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, കാഷ്വാലിറ്റി പഠിച്ചു, വാർഡ് പഠിച്ചു, എല്ലാം പഠിച്ചപ്പോ അതിലൊക്കെ എന്ത് പറയുന്നുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞ് പഠിച്ചോ ഫങ്ഷൻസില്? അപ്പൊ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു അറിവ് വേണം അല്ലെ. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത് അല്ലെ, അവിടുത്തെ പോളിസീസ് എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രൊസീജിയേഴ്സ് എന്താണ് അല്ലെ, എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ വ്യക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ വേണ്ടേ?
വേണോ? വേണം അല്ലെ? അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പേഷ്യൻസിന് ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്? ഉണ്ടോ? ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, പേഷ്യൻസിന്റെ ഡാറ്റാബേസ് ഉണ്ട് അല്ലെ? ഹെൽത്ത് റെക്കോർഡുകൾ ഉണ്ട് അല്ലെ? പേഷ്യൻസ് ഹെൽത്ത് റെക്കോർഡുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമായാലും അവിടുത്തെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താ? ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ? മനുഷ്യ വിഭവ ശക്തി അല്ലേ? അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളല്ലേ? അതേപോലെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട് അല്ലെ? അവര് ശരിയായ രീതിയിലുള്ള വാക്സിനേഷൻ എടുക്കണം അല്ലേ? വാക്സിനേഷൻസ്, അവരെ റിട്ടൻഷൻ നിലനിർത്തണം അല്ലെ? അവരെ അവിടെ തന്നെ നിലനിർത്തണം അല്ലെ? അവരെ കൊഴിഞ്ഞു പോക്കൊക്കെ തടയണം. അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം അല്ലെ? അറിവ് വേണ്ടേ? ക്വാളിഫിക്കേഷൻ വേണം അല്ലെ? ക്വാളിഫിക്കേഷൻ വേണം അല്ലെ? അപ്പൊ അതുപോലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തെല്ലാമാണെന്ന് ജെസ്സിയുടെ സ്റ്റാൻഡേർഡുകളിൽ വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെ? ഒരു ഹോസ്പിറ്റലില് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട് അല്ലെ? ഉണ്ടോ? എക്യുപ്മെന്റിന്റെ സേവനങ്ങളായാലും അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഓപ്പറേഷൻസ്, അനസ്തേഷ്യ അല്ലേ? ഒരുപാട് ഫെസിലിറ്റീസ് ലഭിക്കുന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ മാനേജ് ചെയ്യണ്ടേ? ഫെസിലിറ്റി ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള അല്ലെ അനുയോജ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഓരോ പേഷ്യൻസിനും ലഭ്യമാക്കുക. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മുടെ ജെസ്സിഐയില് സ്റ്റാൻഡേർഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ചോദിക്കാട്ടോ. നമ്മുടെ ജെസ്സിഐയുടെ സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കീ ഫങ്ഷൻസ് ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? പേഷ്യന്റ് സേഫ്റ്റി, SS2 കെയർ, അസസ്മെന്റ് ആൻഡ് കെയർ പ്രോസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, നമ്മുടെ ജെസ്സിഐ ഹാസ് a total of 6 accreditation programs and 1 certification program. നമ്മുടെ ജെസ്സിഐയിൽ 6 മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാമും ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുമാണ് ഓഫർ ചെയ്യുന്നത്. 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ആംബുലേറ്ററി കെയർ, ക്ലിനിക്കൽ ലബോറട്ടറീസ്, കെയർ കണ്ടിന്യൂവേഷൻ നമ്മൾ പറയാറില്ലേ, ഹോം കെയർ, അതല്ലെങ്കിൽ എന്താണ് പാലിയേറ്റീവ് കെയർ പോലെയുള്ള ലോങ് ടേം കെയർ കൊടുക്കേണ്ട. നോട്ട് ചെയ്യണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നമ്മ 8 തരത്തിലുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ ജെസ്സിഐ പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നില്ലേ? അതില് 8 തരത്തിൽ മെയിൻ ആയിട്ട് 8 തരത്തിലുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാം ആണ് ജെസ്സിഐ ഓഫർ ചെയ്യുന്നത്. 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. അതില് ഹോസ്പിറ്റൽസ്, ആംബുലേറ്ററി കെയർ, നമ്മുടെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ, അങ്ങനെയുള്ള ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, അതാണ് ഡയാലിസിസ് സെന്റേഴ്സ്, അങ്ങനെയുള്ള ആംബുലേറ്ററി കെയേഴ്സിന്. പിന്നെ എന്താണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ്, കെയർ കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഹോം കെയർ വരില്ലേ? ഹോം കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? കെയർ കണ്ടിന്യൂവേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെ? ആണോ? ഹോം കെയർ ഫെസിലിറ്റീസ് ഇല്ലേ? എന്താണ്? ആ രോഗിക്ക് തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുമ്പോഴല്ലേ നമ്മ ഒരു എംപ്ലോയീസിന്, ഒരു സ്റ്റാഫിന്, ഒരു നേഴ്സിനെ നിർത്തിങ്ങാണ്ട് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്
അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ ആവശ്യമായി വരുമ്പോൾ അല്ലെ? അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് അല്ലെ? ആണോ? പറയേ. പിന്നെ എന്താണ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് വരുന്നുണ്ടോ അതില്? ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് വരുന്നുണ്ടോ കെയർ കണ്ടിന്യൂവേഷനിൽ ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾക്ക് കെയർ കണ്ടിന്യൂവേഷൻ പ്രോഗ്രാമുകൾക്ക് നെക്സ്റ്റ് എന്താണ് പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ? പ്രൈമറി കെയർ സെന്റേഴ്സ് മെഡിക്കൽ ട്രാൻസ്പോർട്ടിനൊക്കെയാണ് എന്ത് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. കൂടാതെ 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കൂടി നമ്മുടെ JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലിനിക്കൽ സർട്ടിഫിക്കേഷൻ ഫോർ കെയർ പ്രോഗ്രാം. ചില ഹോസ്പിറ്റല് ചില സർട്ടൻ ഏരിയാസിൽ മാത്രം അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ക്യാൻസർ പേഷ്യന്റിന് മാത്രം അല്ലെ? ചില ഏരിയാസില് സ്പെഷ്യാലിറ്റി കൊടുക്കുന്ന ഐ ഹോസ്പിറ്റൽ അല്ലെ? അതേപോലെ എന്താണ് ക്യാൻസർ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റില് അല്ലെ? അപ്പൊ അവിടുത്തെ ക്ലിനിക്കൽ സർവീസുകളെ ക്ലിനിക്കൽ കെയേഴ്സിനെ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ് 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ JCI ടോട്ടൽ 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളും 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നമ്മുടെ 8 കാറ്റഗറിനെ നമ്മ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി അല്ലെ? കെയർ കണ്ടിന്യൂവേഷനിൽ നമ്മ 2 ഉൾപ്പെടുത്തി അല്ലെ? അങ്ങനെ എന്താണ് 6 തരത്തിലുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാമും 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുമാണ് JCI ഓഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞത് തന്നെ അതിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്. ദ അക്രഡിറ്റേഷൻ ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റൽ ഉണ്ട്, ആംബുലേറ്ററി കെയർ ഉണ്ട്, ക്ലിനിക്കൽ ലബോറട്ടറീസ് ഉണ്ട്, കെയർ കണ്ടിന്യൂവേഷൻ ഉണ്ട്, പ്രൈമറി കെയർ സെന്റേഴ്സ് ഉണ്ട്, എന്റെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് JCIയുടെ സ്റ്റാൻഡേർഡ് അല്ലെ? നമ്മ എന്താണ് സ്റ്റാൻഡേർഡുകൾ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നും മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നും 2ആയി തരംതിരിക്കുന്നുണ്ട് അല്ലെ? പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങള്, നമ്മുടെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകള് മാനദണ്ഡങ്ങള്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ നമ്മ നാബില് പഠിച്ചിട്ടില്ലേ? നമ്മ 5 പഠിച്ചിട്ടുണ്ട് അല്ലെ? ആണോ? അപ്പൊ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ JCIയിലും വരുന്നത്. നോക്കിയേ, SS2 കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ? പേഷ്യന്റിന് നമുക്ക് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന പരിചരണം ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എങ്ങനെയുള്ള പരിചരണമായിരിക്കണം? തുടർച്ചയുള്ള പരിചരണമായിരിക്കണം അല്ലെ? നമുക്ക് കൊടുക്കുന്ന പരിചരണത്തില് എവിടെയെങ്കിലും നിർത്താൻ പാടുണ്ടോ? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പരിചരണങ്ങളില് നമുക്കറിയാം നമ്മ ഒരു ഹോസ്പിറ്റലില് ഇല്ല അല്ലെ? കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം അല്ലെ? നമ്മ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ എൻറ്റർ ചെയ്ത് നമ്മ അവിടെ നിന്നുള്ള ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ച് പോകുന്നത് വരെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടോ? കണ്ടിന്യൂവേഷൻ ഉണ്ടോ? ഉണ്ട്. അതേപോലെ അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയും അവരുടെ ആ ഒരു പരിചരണത്തിൽ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പരിചരണങ്ങള്? SS2 കെയർ പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണങ്ങള് ഒരു കണ്ടിന്യൂറ്റി ഒരു തുടർച്ച ഉണ്ടായിരിക്കണം. ACC SS2 കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് അല്ലെ? എന്താണ്? നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടോ അവിടെ? ഉണ്ട്. എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷ നൽകുക അല്ലെ?
അതൊരു അവകാശമാണോ നിങ്ങൾക്ക്? ആണോ? സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് അല്ലേ? നല്ല പരിചരണം ലഭിക്കുക, പ്രോപ്പർ കെയർ ലഭിക്കുക അല്ലെ? അപ്പൊ നമ്മ പറഞ്ഞു ആദ്യം തന്നെ ജെസിയുടെ സ്റ്റാൻഡേർഡുകൾ ശരിക്കും എങ്ങനെയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും ഉൾപ്പെടുത്തിയാണ് അല്ലെ? അപ്പൊ നമ്മുടെ അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അവകാശങ്ങൾ, പേഷ്യൻസിന്റെ ഫാമിലിയുടെ അവകാശങ്ങൾക്ക് അവർ സ്റ്റാൻഡേർഡ് ഉണ്ടോ? അല്ലേ? ജെസിയെ ആദ്യം തന്നെ അതാണ് അല്ലെ ലക്ഷ്യം ചെയ്യുന്നത്, പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും അല്ലെ? ഗുണനിലവാരമുള്ള പരിചരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് ജെസിഐ പറയുന്നത് അല്ലെ? അപ്പൊ എന്താണ്? പേഷ്യൻസ് ആൻഡ് ഫാമിലി റൈറ്റ്സ് അല്ലെ? പേഷ്യൻസിന്റെയും അവരുടെ ഫാമിലീസിന്റെയും അവകാശങ്ങള് മുൻനിർത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡേർഡുകള് PFR ട്ടോ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെ? എന്ത് ചെയ്യാ? പേഷ്യൻസിനെ അസസ്മെന്റ് ചെയ്യാ, വിലയിരുത്തുക അല്ലെ? ഡോക്ടർ, ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്, നമുക്ക് വേണ്ട പരിചരണങ്ങള്, നമുക്ക് വേണ്ട ടെസ്റ്റുകൾ പറയുന്നത്? വെറുതെ ആണോ? ഫിസിക്കലി അസസ് ചെയ്തതിന് ശേഷമല്ലേ? ഫിസിക്കലി ജസ്റ്റ് അവരെന്താണ്, അവരെ സിംറ്റംസ് ചോദിക്കും അല്ലെ? അങ്ങനെയല്ലേ നമ്മൊരു ഹോസ്പിറ്റലില് ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർ എങ്ങനെയാണ് ആദ്യം നമ്മൾ വിലയിരുത്തുന്നത്? ഇനീഷ്യൽ അസസ്മെന്റ് നടത്തും അല്ലെ? പ്രാഥമിക വിലയിരുത്തൽ നടക്കും. നമ്മുടെ മുമ്പത്തെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും അല്ലെ? ഇതിക്ക് മുമ്പ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടോ? BP എങ്ങനെയാണ്? പ്രഷർ എങ്ങനെയാണ്? നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടോ അല്ലെ? ആണോ? എന്തെങ്കിലും അലർജീസ് ഉണ്ടോ അല്ലെ? അങ്ങനെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തും. അതിനുശേഷം എന്താണ്? നമ്മളുടെ ഫിസിക്കൽ അസസ്മെന്റ് നടത്താറുണ്ടോ? സിംറ്റംസ്, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും അല്ലെ? നമുക്ക് എന്താണ്? നമ്മുടെ സിംറ്റംസ് നോക്കൂ അല്ലെ? സിംറ്റംസ് എന്തൊക്കെയാണ് അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ചാണ് അവര് പിന്നെ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും ടെസ്റ്റുകളൊക്കെ എഴുതി തരുന്നത് അല്ലെ? ആണോ? പിന്നെ എന്താണ്? ഇപ്പൊ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ടെസ്റ്റുകളൊക്കെ എഴുതി ആ ടെസ്റ്റ് റിസൾട്ടുകളിൽ നിന്ന് അസസ്മെന്റ് നടത്തിയിട്ടായിരിക്കും അല്ലെ നമുക്ക് വേണ്ട മരുന്നുകള്, നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആണോ? അപ്പൊ എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസിനെ വിലയിരുത്തലിനുള്ള സ്റ്റാൻഡേർഡുകള്. ഓക്കെ ആണോ? AOP. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കെയർ ഓഫ് പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം എങ്ങനെയുള്ളതായിരിക്കണം? പേഷ്യൻസിന് സുരക്ഷിതത്വവും ക്വാളിറ്റി ഉള്ളതും അല്ലെ? ഗുണനിലവാരമുള്ളതും പേഷ്യൻസിന് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള പരിചരണങ്ങളായിരിക്കണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകള്. നെക്സ്റ്റ് പറയുന്നത് അനസ്തീഷ്യ ആൻഡ് സർജിക്കൽ കെയർ അല്ലെ? നമ്മൾ നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പഠിച്ചു അല്ലെ? അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്ന അനസ്തേഷ്യ എങ്ങനെയായിരിക്കണം? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം അല്ലെ? അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും വരാം അല്ലെ? ചില സമയത്ത് അവരുടെ എന്താണ് ആ ഡോസൊക്കെ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോസൊക്കെ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോ പേഷ്യൻസിന്റെ മരണം തന്നെ സംഭവിക്കാം അല്ലെ? ആണോ? അപ്പൊ അതൊക്കെ അതേപോലെ എന്താണ്? ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ? ശരിയായ രീതിയിലുള്ള പ്രോപ്പർ പ്രൊസീജിയർ അല്ല ചെയ്തതെങ്കിൽ എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാം. അതല്ലെങ്കിൽ എന്താണ്? ചിലപ്പോ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? എന്താണ്? റീ എക്സാമിൻ ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? സർജറി ചെയ്തതിന് ശേഷം റീ എക്സ്പ്ലോറേഷൻ അല്ലെ? എന്താണ്? ചിലപ്പോ അവർക്ക് എന്താണ്? സർജറി കഴിഞ്ഞ ഭാഗത്ത് വലിയ രീതിയിലുള്ള പെയിൻ വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോ അവരെ വീണ്ടും ഇവാലുവേഷൻ നടത്തണം, അസസ് ചെയ്യണോ? ആ ഒരു ഭാഗം എക്യുപ്മെന്റ് വെച്ച് മറന്നു പോകുമ്പോഴൊക്കെ അല്ലെ? ഇൻഫെക്ഷൻസ് ആകുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ?
അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെ, നമ്മുടെ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മുടെ സ്റ്റാഫുകൾ പാലിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. നിങ്ങൾ ഒരു സിനിമ ഉണ്ടല്ലോ വിജയന്റെ വെട്രിമാരെന്ന് പറഞ്ഞിട്ട്, അതിൽ കാണിക്കുന്നുണ്ട് ശരിക്കും അനസ്തേഷ്യയുടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാണിച്ചിട്ടുണ്ടോ? കൊടുത്ത ഡോസ് കൂടിപ്പോയിട്ട് അല്ലേ? ഇപ്പൊ എന്താണ്, അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ചൊക്കെയാണ് അല്ലെ അനസ്തേഷ്യയുടെ ഡോസ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ശരിയായ അളവില്. പിന്നെ എന്താണ്, ചില സിറ്റുവേഷനിൽ എന്താണ് നമ്മുടെ സർജറി ഒക്കെ മാറ്റി വെക്കാറുണ്ട് അല്ലെ. ആ ഒരു സർജറിക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സർജറി റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ചിലപ്പോ ആ പേഷ്യന്റ് രാവിലെ മുതൽ ഡയറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും അല്ലെ, ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് കിടന്നിട്ടൊക്കെ ആയിരിക്കുള്ളൂ ആ ഒരു സർജറിക്ക് അവരെ കയറ്റാൻ പോകുന്നത് അല്ലെ. ആണോ? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. നമുക്കറിയാം ഫാർമസിയില് പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകൾ എങ്ങനെയായിരിക്കണം? റൈറ്റ് മെഡിക്കേഷൻസ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് ഡോസേജ് അല്ലെ. ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ ഡോസിൽ അവർക്ക് കൊടുക്കണം അല്ലേ. എറർ സംഭവിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും വരും അല്ലെ. ഇപ്പൊ നമ്മ പറയുന്നുണ്ട്, നമ്മ ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്നുണ്ട് എന്താണ്, എറേഴ്സ്, അബ്രിവേഷൻ എറർ സംഭവിക്കാം അല്ലെ. നമ്മ പാരസെറ്റാമോളിന് PCM എന്നാണ് മെഡിസിൻ മാറി എഴുതുക അല്ലെ, മാറിക്കൊടുക്കുക. PCM എന്നാണ് അബ്രിവേഷനിൽ നമ്മ പാരസെറ്റാമോൾ എഴുതുന്നത്. ആ PCM-ന് പകരം PSM എന്ന് എഴുതിയാൽ മരുന്ന് മാറിപ്പോയോ? വേറെ മരുന്നായിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ എന്താണ്, നമ്മുടെ ഡോക്ടർമാര് മരുന്നുകൾ എഴുതി കൊടുക്കുന്ന ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് അല്ലെ, ചില സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റാറുണ്ടോ? ഡോക്ടേഴ്സ് എഴുതി തരുന്ന ആ പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ പറ്റാറുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ എങ്ങനെ വേണം, ശരിയായ രീതിയിൽ നല്ല പ്രോപ്പർ ആയിട്ട് എഴുതി കൊടുക്കണം അല്ലെ. നമുക്ക് കുറെ നാളത്തെ സാമൂഹ്യ മാധ്യമങ്ങളില് ഒരു ഡോക്ടർ, തൃശ്ശൂരുള്ള ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഫേമസ് ആയിക്കൊണ്ടിരുന്നാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ലെക്ചർ അല്ലെ. എന്ത് നല്ല നീറ്റായിട്ട് ചെറിയ കുട്ടികൾക്ക് അറിയാം അത് വായിക്കാം അല്ലെ, എന്താണ് ആ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലെ. പക്ഷെ ചില ഡോക്ടേഴ്സ് എഴുതി തന്നിരിക്കുന്ന കുറിപ്പടി കണ്ടാലോ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും അല്ലെ. നമുക്ക് വായിക്കാനാ, അതിൽ എഴുതിയേക്കുന്ന ലെറ്റേഴ്സ് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ എന്താണ് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്? ഇപ്പൊ പൊതുവെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിലവിലുള്ള മെഡിക്കേഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ വഴിയാണ് അല്ലെ, സിസ്റ്റം വഴിയാണ്. ആണോ? സിസ്റ്റം വഴിയാണ് അല്ലെ. ഡോക്ടർ നേരിട്ട് നമ്മുടെ ഫാർമസിയിലേക്ക് കമ്പ്യൂട്ടർ വഴിയാണ് അല്ലെ നേരിട്ട് മരുന്നുകൾ ആ ഒരു പേഷ്യന്റ് റെക്കോർഡിൽ എഴുതി കൊടുക്കാണ് അല്ലെ. അപ്പൊ അതിൽ എന്ത് നമുക്ക് പരമാവധി അല്ലെ മാക്സിമം എറേഴ്സ് കുറയ്ക്കാൻ പറ്റില്ലേ? എറർ ഇല്ലാതെ മരുന്നുകൾ കൊടുക്കാം അല്ലെ, ടൈം ലാഭിക്കാം അല്ലെ. ടൈം ലാഭിക്കൊക്കെ ചെയ്യാലോ. പിന്നെ ഡോക്ടർക്ക് അറിയാൻ പറ്റും അല്ലെ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയില് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് ആ സമയത്ത് തന്നെ ഡോക്ടർക്ക് അറിയാലോ. അവർ എഴുതി കൊടുക്കുന്ന സമയം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ അവർക്ക് അറിയാം അല്ലെ സ്റ്റോക്ക് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. ആണോ? ആണ്. അതല്ലെങ്കിൽ എന്താണ് പ്രിസ്ക്രിപ്ഷൻ ചീറ്റില് ഈ പ്രിസ്ക്രിപ്ഷൻ അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എന്താണ് നമ്മ മരുന്നുകള് എഴുതിക്കൊടുത്ത് നമ്മ ഫാർമസിയിൽ ചെന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കും ആ മരുന്നില്ല, ആ മരുന്ന് തീർന്നു പോയി, അല്ലെങ്കിൽ ആ മരുന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ല എന്ന് പറയുമ്പോ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് വരണം അല്ലേ. ആണോ?
ആണ്. പക്ഷെ ഇപ്പൊ എന്താണ് അങ്ങനെയുള്ള ഈ പ്രിസ്ക്രിപ്ഷൻ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഒരുപാട് എറേഴ്സ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മെഡിക്കേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും അതിന്റെ യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകള് MMU. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻസ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമുക്കൊരു ട്രീറ്റ്മെന്റുകൾ ക്രോണിക് ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള ക്രോണിക് ഡിസീസുകൾ വന്നു കഴിഞ്ഞാല് ആ ഒരു പേഷ്യന്റിന് മാത്രമാണോ അതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കേണ്ടത്? ഡയാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് കിഡ്നി ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാല് ഡയാലിസിസ് ചെയ്യൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റിന് മാത്രമാണ് അല്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടി കൊടുക്കണം അല്ലെ. അവരെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അല്ലെ, അവരുടെ ആഹാരക്രമങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെ, അവർക്ക് വേണ്ട പരിചരണങ്ങള്, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ എങ്ങനെയായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി? അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അല്ലെ, ഇപ്പൊ കൊറോണ ഒക്കെ വന്ന സമയത്ത് തന്നെ എന്താണ് ആ പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും പബ്ലിക്കായി നമുക്കും കൂടി ഒരുപാട് എഡ്യൂക്കേഷൻ കിട്ടി അല്ലെ, ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നൊക്കെ ആണോ? അപ്പൊ എന്താണ് അസുഖം ആ ഒരു പേഷ്യന്റിന് അവർക്ക് വന്നിരിക്കുന്ന ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ പേഷ്യൻസിനും ഫാമിലിക്കും പ്രൊവൈഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകള് അതാണ് PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പനിയായിട്ട് കിടത്തിയാൽ പോലും അഡ്മിറ്റ് ആക്കിയാൽ പോലും നമ്മുടെ ഫാമിലിനെ വിളിച്ചിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആണോ? ഡോക്ടർ ആയാലും നേഴ്സ് ആണെങ്കിലും അല്ലെ, ആണ് അല്ലെ. അപ്പൊ അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഓക്കെ അല്ലേ? പേഷ്യന്റ് സെന്റേർഡ് ഇതിലൊക്കെ ആർക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ആരിലേക്കാണ് ഈ സ്റ്റാൻഡേർഡുകളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? പേഷ്യന്റിലേക്കാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ. നമ്മുടെ മാനേജ്മെന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകള്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ആരാണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കേണ്ടത്? ആരാ? പേഷ്യന്റ് ആണോ? ആണോ? അല്ല, അവിടുത്തെ മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡുകള് അത് മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് തടയുന്നതും അത് നിയന്ത്രിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അല്ലെ. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക, സാനിറ്റേഷൻ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക, ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക. ഒരു ഡോക്ടർ ഒരു രോഗിയെ കെയർ ചെയ്യുന്നതിന് മുമ്പും ശേഷവും കൈ ഹാൻഡ് വാഷ് ചെയ്യുക, ഗ്ലൗസുകൾ ധരിക്കുക, PPE കിറ്റുകൾ ധരിക്കുക അല്ലെ. ഇതൊക്കെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളല്ലേ. വേസ്റ്റ് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? നമ്മുടെ മാനേജ്മെന്റും അവിടെയുള്ള സ്റ്റാഫുകളും ആണ് അല്ലേ. അല്ലേ? അപ്പൊ എന്താണ് ഇൻഫെക്ഷൻസ് തടയുന്നതിനും ഇൻഫെക്ഷൻസ് നിയന്ത്രിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ട്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് അല്ലെ. മൈക്രോബയോളജിസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന അല്ലെ. ഹോസ്പിറ്റലിലെ ഹെഡ് ആണോ? നമ്മ പഠിച്ചു, HIL പഠിച്ചല്ലോ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ. അവരാണല്ലേ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങള് രൂപീകരിക്കുന്നതും അല്ലെ, അതവിടെ പ്രാവർത്തികമാക്കുന്നതും മോണിറ്റർ ചെയ്യുന്നതും അല്ലെ, റിപ്പോർട്ട് ചെയ്യുന്നതും അതിനുവേണ്ട റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലേ. ആണോ? മറന്നുപോയോ?
അപ്പൊ എന്താണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള പ്രതിരോധ മാർഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകള്. നെക്സ്റ്റ് എന്താണ് ഗവർണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ടിംഗ്, GLD. അതൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. GLD സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ FMS സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. എന്താണ് ഗവർണൻസ് എന്ന് പറഞ്ഞാല് ഭരണം നടത്താന്നുള്ള മീനിങ്ങില് എങ്ങനെയായിരിക്കണം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഭരണം നടത്തേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത്? നിങ്ങൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ് പഠിക്കുന്നത് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ് പഠിക്കുന്നത്. എങ്ങനെയായിരിക്കണം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്? എത്തിക്സ്. പിന്നെ ആവശ്യമായിട്ടുള്ള നിയമങ്ങളും നയങ്ങളും സ്ഥാപിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുക അല്ലെ? ആണോ? പിന്നെ എന്താണ് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ നമ്മൊരു എന്തൊരു കമ്പനിയിലും ഏതൊരു ഓർഗനൈസേഷനിലും വർക്ക് ചെയ്താലും അവർക്കൊരു വിഷനും മിഷനും ഉണ്ട് അല്ലെ? ഒരു കാഴ്ചപ്പാടും ഒരു ദൗത്യം ഉണ്ടോ? ഹോസ്പിറ്റലിലെ ദൗത്യം എന്താണ്? ഗോൾസ് ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട് അല്ലെ? അത് നമ്മൾ പ്രാവർത്തികമാക്കണോ? ആ രീതിയിലായിരിക്കണം അല്ലെ നമ്മ അവിടുത്തെ റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരാനായിട്ട് അല്ലെ? ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്താണ്? ലൈഫ് സേവ് ചെയ്യുക അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യുക അല്ലെ? അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ? നല്ല പരിചരണങ്ങൾ കൊടുക്കുക അല്ലെ? അപ്പൊ അതിനനുസൃതമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരികയും അതവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. പിന്നെ എന്താണ് കഴിവുള്ള ടീമുകൾ തീരുമാനമെടുക്കാനും അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെ? നമ്മ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മ ആരെയായിരിക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അതിനു വേണ്ട ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരെയായിരിക്കും? അതിന് കഴിവുള്ള ആളെയായിരിക്കും അല്ലെ? എബിലിറ്റി ഉള്ള ആളെയായിരിക്കോ? ആണോ? ആണ് അല്ലെ? അപ്പൊ അതേപോലെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ഭരണം നടത്തുന്നത് ശരിയായ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങള് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? അതൊക്കെയാണ് ഗവർണൻസിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലീഡർഷിപ്പ് അല്ലെ? നേതൃത്വം. എങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്? ആർക്കായിരിക്കണം? ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഹെഡ് ഉണ്ടോ? ഹെഡ് ഉണ്ടോ? ഉണ്ട്. ആ ഹെഡ് എങ്ങനെയുള്ള ആളാണ്? വെറുതെ ഒരാളെയാണോ നമ്മൾ ഹെഡായിട്ട് നിയമിക്കുന്നത്? ആണോ? നമ്മുടെ ക്ലാസ്സില് നമ്മ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മുടെ ക്ലാസ്സിൽ ഒരു ലീഡർ ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ലേ? ക്ലാസ് ലീഡർ ഉണ്ടോ? അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളായിരിക്കും അല്ലെ? കഴിവുള്ളവരെ ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? ആളുകളെ നയിക്കാനും സ്കിൽഡ് ആയിട്ടുള്ള, നമുക്കറിയാം ലീഡർഷിപ്പിന് പല സ്കില്ലുകൾ ആവശ്യമാണ് അല്ലെ? ആളുകളെ നയിക്കാൻ കഴിയണം, കമാൻഡ് കൊടുക്കാൻ കഴിയണം അല്ലെ? അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയണം അല്ലെ? ഓരോ ദിശയിലേക്ക് തന്നെ നമുക്ക് നയിക്കാൻ കഴിയണ്ടേ? നമ്മുടെ ബാക്കിൽ എന്താണ്? ലീഡർഷിപ്പ് എന്ന് പറയുമ്പോ മുന്നിൽ നിൽക്കുന്ന ആള് ആണോ? ആളാണ് മറ്റുള്ളവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് അല്ലെ? ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അവർക്ക് അതിനുള്ള കഴിവ് വേണം, മെച്യൂരിറ്റി വേണം അല്ലെ? സമയബന്ധിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം അല്ലെ? ആണോ? ഡിസിഷൻ, ഓരോ ഡിസിഷനും കറക്റ്റ് സമയത്തിൽ അല്ലെ? അറ്റ് ദ സ്പോട്ടിൽ അവർക്ക് എടുക്കാൻ സാധിക്കണം അല്ലെ? ആളുകളെ സ്വാധീനിക്കാൻ കഴിയണം അല്ലെ? ഇന്റർപേഴ്സണൽ സ്കില്ലായിരിക്കണം അല്ലെ? മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്ന സ്കില്ല് വേണം അവർക്ക്. വേണ്ടേ? സ്വന്തം തന്നെ മനസ്സിലാക്കിയാൽ മതിയോ?
സ്വന്തം മനസ്സിലാക്കിയാൽ മതിയോ? എനിക്ക് എന്നെ തന്നെ പോരാ, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ഒപ്പം പ്രവർത്തിക്കുന്നവരെ മനസ്സിലാക്കാൻ കഴിയണം അല്ലെ? ഒപ്പം വർക്ക് ചെയ്യുന്നവരെ അവരെന്താണ്, വിഷമങ്ങൾ എന്താണ് അല്ലെ? അവരുടെ എബിലിറ്റീസ് എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ് അല്ലെ? അപ്പൊ എന്താണ്, ആളുകളെ നയിക്കാനും സ്വാധീനിക്കാനും കഴിവുള്ള എന്താണ്, ആളുകളെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏൽപ്പിക്കുക. പിന്നെന്താണ്, അങ്ങനെയുള്ള നമ്മ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്വവും പിന്നെന്താണ്, പരസ്പര സഹകരണ മനോഭാവവും ഉണ്ടായിരിക്കണം അല്ലെ? അത് അസൈൻ ചെയ്ത് കൊടുക്കണം വേണ്ടേ? ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ട്, നമ്മുടെ നഴ്സിംഗ് സെക്ഷനില് ഒരു സൂപ്രണ്ട് എന്തായിരിക്കും അല്ലെ, ഹെഡായിട്ട്. അപ്പൊ ആൾക്ക് അറിയണ്ടേ ആളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അറിയണ്ടേ? അറിയണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ലീഡർഷിപ്പ്. നെക്സ്റ്റ് പറയുന്നത് ഡയറക്റ്റിംഗ് അല്ലെ? ഇവരെങ്ങനെ നയിക്കണം? ശരിയായ നമ്മുടെ ഹോസ്പിറ്റലിലെ, നമ്മളിപ്പോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണല്ലേ പറയുന്നത്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഗോൾസ് അല്ലെ, അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ വിഷനും മിഷനും എന്താണ്, അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നയിക്കുക. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. FMS-ൽ എന്താണ്, ഫെസിലിറ്റി മാനേജ്മെന്റ് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ഫെസിലിറ്റീസ് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലെ? ഉണ്ടോ? ആ ലഭ്യമാകുന്ന ഫെസിലിറ്റീസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണോ? പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തണോ? വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, ഫെസിലിറ്റി ശരിയായ രീതിയിൽ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുക, ആ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ അല്ലെ? എന്താണ്, നമ്മ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് അല്ലെ? എംപ്ലോയീസ് എങ്ങനെയുള്ളവരായിരിക്കണം? കഴിവുള്ളവരും അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ളവരും, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യണോ? കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ അല്ലെ? ഇപ്പൊ എന്താണ്, ഇപ്പൊ പുതിയ നമ്മുടെ നിപ്പ വൈറസ് വന്നു, കൊറോണ വന്നു അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മ അതൊക്കെ കണ്ടതാണ് അല്ലെ? അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, രോഗിയെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ? അപ്പൊ എന്താണ്, അതേപോലെ എന്താണ്, ഹോസ്പിറ്റലില് പുതുതായി സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലെ? ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, പുതിയ എക്യുപ്മെന്റ് ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരാണ്, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് കൊണ്ടുവരാണ്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സർവീസുകൾ അവർ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ നിലവിലുള്ള സ്റ്റാഫുകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം അല്ലെ? അപ്പൊ എന്താണ്, നമ്മുടെ ഈ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണോ, നിർത്തിവെക്കുന്നതാണോ? നമ്മൾ പറയാറുണ്ട് എഡ്യൂക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ? ആണോ? പഠനം എന്ന് പറയുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ? അപ്പൊ എന്താണ്, നമ്മുടെ എംപ്ലോയീസ് സ്കിൽഡ് ആയിട്ടുള്ളതും കഴിവുള്ളവരും, കൂടാതെ എന്താണ്, അവരുടെ എബിലിറ്റീസ് അല്ലെ, അവരുടെ കഴിവുകള് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകള്. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് SCE ട്ടോ, കൊടുത്തിട്ടില്ല അതില്. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ അല്ലെ? നമുക്കറിയാം എന്താണ്, മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം? വ്യക്തമായിട്ടുള്ള അല്ലെ?
ആണോ? ഇൻഫർമേഷൻസും കമ്മ്യൂണിക്കേഷൻസും അല്ലെ, അവരുടെ ഗോൾസുകളെ കുറിച്ചും അവരുടെ വിഷനെ കുറിച്ചും അവരുടെ മിഷനെ കുറിച്ചും അവർ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്ന പോളിസികളെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും നമ്മുടെ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടി അവർക്കിടയില്ല. വേണം അല്ലെ? അതേപോലെ എന്താണ് നമുക്കറിയാം MCI, മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഹോസ്പിറ്റലില് എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? പേഷ്യന്റ് അങ്ങനെയുള്ള പല ഇൻഫർമേഷൻ സിസ്റ്റംസും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള സിസ്റ്റംസ് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആണോ? ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ആണോ? ഈസി ആയിട്ട്, എറർ ഇല്ലാതെ അല്ലെ, തെറ്റുകളില്ലാതെ, പിഴവുകളില്ലാതെ അല്ലെ, പേഷ്യൻസിന്റെ ഇപ്പൊ നമുക്കറിയാം പേഷ്യന്റ് പോർട്ടൽ വഴി അല്ലെ, അവർക്ക് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ? അവർക്ക് വേണ്ട ഡോക്ടേഴ്സിനെ അവർക്ക് തന്നെ തീരുമാനിക്കാം അല്ലെ? ചൂസ് ചെയ്യാം. അവർക്ക് വേണ്ട ടൈം അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ? ആണോ? അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ വഴി അല്ലെ, അവർക്ക് ഡോക്ടേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തൂടെ? വീട്ടിലിരുന്നു കൊണ്ട് അല്ലെ? ആണോ? ആണല്ലേ? അപ്പൊ എന്താണ് ശരിയായ അല്ലെ മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ, അവർക്ക് എന്താണ് ഒരു എറേഴ്സും ഒരു തെറ്റുകളും പിഴവുകളും ഇല്ലാതെ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അതിലെല്ലാം പെടുന്നുണ്ട് കേട്ടോ, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇതില് മിസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്താണ്, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്താണ്, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന്റെ ആ ഫുൾ ഫോം അതും പഠിക്കാം. അത്രയും പഠിക്കാനുള്ളൂ കേട്ടോ, കൂടുതലായിട്ട് അതിൽ വരുന്ന കാര്യങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടാ. ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലെ. നമ്മ അക്രഡിറ്റേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞോളൂ അല്ലെ, അക്രഡിറ്റേഷൻ പ്രോസസ് പറഞ്ഞിട്ടില്ല. അപ്പൊ നോക്കിയേ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ അക്രഡിറ്റേഷൻ പ്രോസസ് ഈസ് ടു obtain a copy of the JCI standards and prepare for accreditation. ആദ്യം ഒരു എന്താ ചെയ്യുന്നത് അക്രഡിറ്റേഷന് വേണ്ടി? ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മുടെ JCI സ്റ്റാൻഡേർഡുകൾ അല്ലെ, JCI പറയുന്ന സ്റ്റാൻഡേർഡുകളിലെ പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ളതും ഹോസ്പിറ്റൽ കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളുടെ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മ പറഞ്ഞു ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അവരെന്ത് വേണം? ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ, കൾച്ചറൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും വേണ്ടേ? ചിലപ്പോ അവരുടെ ഫെസിലിറ്റീസില്, എക്യുപ്മെന്റില്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറില്, അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയറില്, അവിടുത്തെ സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, സേഫ്റ്റിയില് അല്ലേ? ആണോ? ആണോ? ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും അവര് ആ JCIയുടെ സ്റ്റാൻഡേർഡുകളുടെ അതിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് JCI സ്റ്റാൻഡേർഡ്സിന്റെ ഒരു കോപ്പി എടുത്തിട്ട് അവരതിനു വേണ്ടി ആ ഹോസ്പിറ്റല് അതിനു വേണ്ടി
തയ്യാറെടുക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് once an organization is ready to apply for accreditation, they can participate in a trial survey as a means of experiencing a full JCA survey and highlighting any gaps in their organization. അവർ ആ ഒരു കോപ്പി എടുത്ത് അവരതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്, ഒരു ട്രയൽ സർവേ നടത്താണ് ഒരു ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റല് ആ ഒരു JCAന്റെ ട്രയൽ സർവേ നടത്തുന്നു. അപ്പൊ നമുക്കിപ്പോ ട്രയൽ നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ, നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആണോ? ആണ് അല്ലേ? അപ്പൊ എന്താണ്, ഓക്കെ ആണോ? ഓക്കെ. Once an organization is ready to apply for accreditation, ആ ഒരു accreditation അവര് ആ സ്റ്റാൻഡ് കോപ്പി ഒക്കെ എടുത്ത് അവര് അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്, ആ ഒരു അക്രഡിറ്റേഷന്റെ ആ ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ ആയിട്ട് റെഡി ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്, നമ്മുടെ JCAയുടെ ഒരു ട്രയൽ സർവേക്ക് വേണ്ടി ട്രയൽ സർവേയിൽ പങ്കെടുക്കുന്നു. അപ്പൊ ആ ഒരു ട്രയൽ സർവേ പങ്കെടുത്ത് കഴിയുമ്പോൾ അവരത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, ആൻഡ് ഹൈലൈറ്റിംഗ് എനി ഗ്യാപ്സ് ഇൻ ദെയർ ഓർഗനൈസേഷൻ, അവർ ആ പ്രിപ്പയർ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തെങ്കിലും വിടവുകൾ ഉണ്ടോ എന്ന് അവർക്ക് മനസ്സിലാകാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ വിടവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും, അവർ ആ ഗ്യാപ്പുകൾ നികത്തും അല്ലേ? ഗ്യാപ്പുകൾ നികത്തും. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ അല്ലെ? മോക്ക് ടെസ്റ്റുകൾ മീൻസ് നമ്മ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മ ആൻസർ ചെയ്ത് നോക്കാറുണ്ടോ? അപ്പൊ നമുക്കറിയാൻ പറ്റും അല്ലെ, നമ്മ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നമ്മ ഒരു മോക്ക് ടെസ്റ്റ് നമ്മ അറ്റൻഡ് ചെയ്ത് സ്വന്തമായിട്ട് എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാത്തത് അല്ലെ. നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ കവർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവോ? മനസ്സിലാവും. അപ്പൊ നമ്മ എന്ത് ചെയ്യും, ഇന്ന സെക്ഷൻ നമ്മ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മ എന്ത് ചെയ്യും, വീണ്ടും അത് നമ്മ പഠിക്കോ, ആ ഒരു ഗ്യാപ്പ് നികത്തോ? നമ്മ അതൊന്ന് വീണ്ടും റിവിഷൻ ചെയ്ത് നമ്മ അത് പഠിക്കും അല്ലെ? അതേപോലെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു മോക്ക് സർവേ, അതേപോലെ ഒരു ട്രയൽ സർവേ നടത്തിയിട്ട് അതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ മനസ്സിലാക്കണ അവരുടെ എന്താണ് ഗ്യാപ്പുകൾ അല്ലെ, വിടവുകൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ആ ഒരു ഓർഗനൈസേഷൻ മനസ്സിലാക്കി അവരത് നികത്തുന്നു. The organization submit their application and schedule survey dates with the JCA. അപ്പൊ അവര് ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി അത് നികത്തിയതിനൊക്കെ ശേഷം ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, ആ JCAയുടെ സർവേക്ക് വേണ്ട ഡേറ്റ് സബ്മിറ്റ് ചെയ്യാണ് അല്ലെ? JCAനായിട്ട് അവർക്ക് വേണ്ട ഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. During the full survey, the JCA surveyors look back over the 4-month period prior to the start of the survey in order to judge performance over an adequate amount of time. എന്ന് വെച്ചാൽ ആ ഒരു സമ്പൂർണ്ണ സർവേക്കിടെ ആ ഒരു JCAയുടെ ആ ഒരു ഫുൾ സർവേക്കിടയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആ ഒരു പ്രകടനം, ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടി ആ JCA സർവേ ആരംഭിക്കുന്നതിന് മുമ്പുള്ള 4 മാസ കാലയളവിലേക്ക് JCA സർവേയർ തിരിഞ്ഞു നോക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സർവേ നടത്താണ്, ജൂണിലാണ് നമ്മുടെ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റല്. അപ്പൊ അവരെന്ത് ചെയ്യും, ജൂണിന് മുമ്പത്തെ 4 മാസങ്ങളില്ലേ, 4 മാസത്തെ പ്രവർത്തനങ്ങള് ഉണ്ടോ? അതുകൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു 4 മാസത്തിലെ എന്താണ് പ്രകടനം കൂടി അവര് വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? മിസ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം, ടൈമായി. മിസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
അത് ബാക്കി ഒന്നുകൂടെ മിസ് ആ ഒരു പാരഗ്രാഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ?